Assalamu alaikum. Good morning to all. Myself Fadisha Mujib. എനിക്ക് കിട്ടിയ ടോപ്പിക്ക് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന 4th ചാപ്റ്ററാണ്. അതിൽ ബോർഡ് ആൻഡ് ഗവേണൻസ്, ഡയറക്ടേഴ്സ്, ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, ഇതാണ് ഞാൻ പറയുന്നത്. അതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് എ കമ്പനി is vested on the board of directors. They are the team of people elected by a company's shareholders to represent the shareholders' interest and ensure that the company's management act on their behalf. Board of directors appoint the chief executive officer of the company and set out of the overall strategic director. ഇത് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യുന്ന ഒരു ടീം ഓഫ് പീപ്പിളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരാണ് നമ്മുടെ കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവിൻ്റെയും എല്ലാ തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്ന ആളുകൾ. അതായത് ഒരു കമ്പനിയുടെ ഓരോ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ്. ഡയറക്ടേഴ്സിനേക്കാളും കൂടുതൽ തീരുമാനം എടുക്കാനുള്ള കഴിവും ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ളത് എക്സിക്യൂട്ടീവിനാണ്. നെക്സ്റ്റ്, ബോർഡ് ആൻഡ് ഗവേണൻസ്. Governance has been defined to refers the structures and process that are designed to accountability, transparency, responsiveness, rule of laws, stability, equity and inclusiveness, empowerment and broad-based participation. ഇതിൽ പറയുന്നത് ഗവേണൻസ് ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണെന്നാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പനിയിലുള്ള അക്കൗണ്ടബിലിറ്റിയെയും ട്രാൻസ്പെറൻസിയെയും റെസ്പോൺസീവ്നെസ്സും റൂൾ ഓഫ് ലോസും സ്റ്റാബിലിറ്റിയും ഇക്വിറ്റിയും ആൻഡ് ഇൻക്ലൂസീവ്നെസ്സും പാർട്ടിസിപ്പേഷനും ഇവയെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഗവേണൻസ് oversee management and organization performance to ensure that the organization is working in the best interest of the public and more specifically the stakeholders who are served by the organization mission. There is a tendency to equate governance with management, but management is concerned with the planning, organizing and controlling functions to achieve predetermined goals, whereas governance system set it parameters under which management and administrative systems will operate. ഇത് പറയുന്നത് ഏതൊരു കമ്പനിക്കും ഒരു മിഷൻ ഉണ്ടാകും. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് കമ്പനി മുന്നോട്ട് പോവുക. അതേപോലെ പബ്ലിക്കിൻ്റെയും അതേപോലെ തന്നെയാണ്. പബ്ലിക്കിൻ്റെ പോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ മുറുകെ പിടിച്ചിട്ട് വേണം നമ്മൾ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉറപ്പ് വരുത്തുന്നതും ഒക്കെയുള്ള ആളാണ് ഗവേണൻസ്. നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ദസ് എ കമ്പനി ഈസ് നോട്ട് നാച്ചുറൽ പേഴ്സൺ. ഇറ്റ് ആക്ട് ആസ് എ നാച്ചുറൽ പേഴ്സൺ. ആസ് സച്ച് ഇറ്റ് കനോട്ട് ആക്ട് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ആക്ട് ഓൺലി ത്രൂ സം പേഴ്സൺ. ദ പേഴ്സൺ ത്രൂ whom it act and by whom the business of the company conducted are known as director. ഇത് പറയുന്നത് ഒരു കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. ഈ പേഴ്സണാണ് നമ്മുടെ ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഈ ആർട്ടിഫിഷ്യൽ പേഴ്സണ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹ്യൂമൻ പേഴ്സൺസ് വഴി ആക്ട് ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനെ ആക്ട് ചെയ്യിക്കുന്ന പേഴ്സണിനെയാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. The directors of the company are collectively known board of directors or the board. The board of directors' interest
the, the day-to-day management of the company to a professionally qualified chief executive who may be managing manager by delegating necessary power. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓരോ ദിവസത്തെയും മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളിനെയാണ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവിനെയാണ്. ഇവരാണ് മാനേജിംഗ് ഡയറക്ടേഴ്സിൻ്റെ ഓരോ പവറും ഡെലിഗേറ്റ് ചെയ്യുന്നതും അവർ തന്നെയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ആസ് പെർ ദ ന്യൂ കമ്പനീസ് ആക്ട്, the position of directors is made crucial than before. They are now formally included within the definition of key managerial person as per the older side section of 2 subtract 51. According to section 149 subtract 1, every company shall have board of directors consisting of individual as directors. ന്യൂ കമ്പനി ആക്ട് പ്രകാരം നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്, മുന്നത്തേതിനേക്കാളും കൂടിയിട്ടുണ്ട്. സെക്ഷൻ 2 സബ്സ്ട്രാക്ഷൻ 1 പ്രകാരം ഡയറക്ടേഴ്സിനെ മാനേജറിയൽ പേഴ്സണൽ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 149 സബ്സ്ട്രാക്ഷൻ 1 പ്രകാരം എല്ലാ കമ്പനികൾക്കും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഉണ്ടാവണം. ഇത് ഇൻഡിവിജ്വൽസ് ആണ് ഡയറക്ടേഴ്സ്. A public company requires a minimum number of 3 directors to constitute the board, whereas in private companies the required minimum is 2. But in the case of a one-person company, it is only 1. All companies may have maximum 15 directors. However, a company may appoint more than 15 directors after passing a special resolution. Some prescribed class of companies shall have at least one woman director. ഇത് പറയുന്നത് നമ്മുടെ പബ്ലിക് കമ്പനികളിൽ 3 ഡയറക്ടേഴ്സെങ്കിലും മിനിമം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിക്കും 2 ഡയറക്ടേഴ്സിനെ വേണം എന്നാണ് പറയുന്നത്. ചില കേസിൽ ഒരു പേഴ്സണേ ഉണ്ടാവുകയുള്ളൂ. എല്ലാ കമ്പനിക്കും മാക്സിമം 50 ഡയറക്ടേഴ്സ് പറ്റുള്ളൂ, അത്രേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്പെഷ്യൽ റിസൊല്യൂഷൻ വഴി 15 ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു വുമൺസിനെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യണം. എവറി കമ്പനി ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ, റെസിഡൻറ്റ് ഡയറക്ടർ, who has stayed in India for total period of not less than 182 days in the previous calendar year. So all Indian and foreign nationals may be a director in Indian company if any one of the director among them in particular company stayed in previous calendar year in India for more than 182 days. Every listed public company shall have at least 1/3 of the total number of directors as independent directors. The central government may prescribe the minimum number of independent directors in case of any class of public companies. ഇത് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടറെങ്കിലും വേണം, അതായത് റെസിഡൻറ്റ് ഡയറക്ടർ. റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരാളാണ് റെസിഡൻറ്റ് ഡയറക്ടർ. ഇങ്ങനെയുള്ള ഒരാളെങ്കിലും വേണം ഇന്ത്യൻ കമ്പനിയിൽ. അതല്ല ഫോറിൻ നിന്നുള്ള ആളിനെയും ഡയറക്ടറായിട്ട് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ ആ പേഴ്സൺ ഇന്ത്യയിൽ 152 ദിവസം സ്റ്റേ ചെയ്തിരിക്കണം. അങ്ങനെ സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്ക് ഡയറക്ടർ ബോർഡിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 151, every listed company may have 1 director elected by such small shareholders. For the purpose of this section, small shareholders means a shareholders
holding share of nominal value of not more than 20,000 rupees or such other sum as may be prescribed. ഇത് പറയുന്നത് സെക്ഷൻ 151 പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും ഒരു ഷെയർ ഹോൾഡേഴ്സിനെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യണം. ഈ സെക്ഷൻ പർപ്പസ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 200-നേക്കാൾ കൂടുതൽ നോമിനൽ വാല്യൂ ആവാൻ പാടില്ല, അല്ലെങ്കിൽ കമ്പനി പ്രിസ്ക്രൈബ്ഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കണം. നെക്സ്റ്റ് ഡയറക്ടറിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് the company law does not have any clear definition of the term director. According to section 2 subsection 34 of the Companies Act 2013, a director means a director appointed to the board of company. The dictionary meaning of the term director is the person who is appointed for the management of the company. From the definition, it is clear that nobody, corporate, association or firm can be appointed as a director of a company, and only an individual can be appointed as a director. ഇത് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു കമ്പനിയിൽ ഡയറക്ടേഴ്സിന് ഒരു ക്ലിയർ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. അതായത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സ്ട്രാക്ഷൻ 34 പ്രകാരം ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെയാണ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ബട്ട് ഡിക്ഷണറി മീനിങ്ങിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ഡയറക്ടേഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, ഒരാൾക്കും അപ്പോയിൻറ്റ് ചെയ്യാനും കോർപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല ഡയറക്ടേഴ്സിനെ. അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ഫേമിനോ മാത്രം പറ്റുള്ളൂ ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ. ഒരു ഇൻഡിവിജ്വലിന് മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ, ഇൻ എ കമ്പനി ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദർ ആൻഡ് ഓൾ ദസ് പേഴ്സൺ കനോട്ട് പാർട്ടിസിപ്പേറ്റ് in the management of the company. The management of this company is delivered to some selected person who are known as directors. Therefore, a director is a person who conduct, manages, supervise and control the functioning of a company. Section 179 of the Companies Act 2013 confers general power on the board of directors. It provides, subject to the provisions of the act, the board of directors of a company shall be entitled to exercise all such powers and to do all such acts and things as the company is authorized to exercise and do. ഈ പാരഗ്രാഫിൽ പറയുന്നത്, ഒരു കമ്പനിയിൽ ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. സോ എല്ലാ പേഴ്സണിനും നമ്മുടെ കമ്പനിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് കമ്പനി ചില സെലക്റ്റഡ് പേഴ്സണിനെ ഡെലിവേർഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവരാണ് ഡയറക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിന് എന്നത് ഒരു പേഴ്സണാണ്. ഈ പേഴ്സണാണ് കമ്പനിയെ കണ്ടക്റ്റ് ചെയ്യുന്ന മാനേജർ. നെക്സ്റ്റ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടറിൽ മൊത്തമായിട്ട് പറയാം. അത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഡസ് നോട്ട് ലേ ഡൗൺ any particular qualification for a director, not even qualification shares. The article of association of a company generally or may provide that a certain number of shares will have to held by each director. Such shares are called qualification shares. The nominal value of qualification shares of a director is fixed by the article
of the company. As per the Companies Act 1956, the nominal value of the qualification shares as fixed by the article must not exceed rupee 5,000. Where the nominal value of each shares exceed rupee 5,000, then the number of qualification shares must not exceed 1. Holding the shares warrants does not serve the purpose of the act and only shares must be held. The provisions further provides that the directors must obtain his qualification share within 2 months after his appointment as director, and it also states that any provision in the article of the company, whether made before or after the commencement of this act, shall be void in so far as it requires a person to hold the qualification shares before his appointment as director or to obtain them within a shorter time than 2 months after his appointment as such. ഇതിൽ പറയുന്നത് ഒരു ഡയറക്ടറിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഡയറക്ടർക്ക് വേണ്ടി പ്രത്യേകം ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. എന്തൊഴികെ ക്വാളിഫിക്കേഷൻസിൻ്റെ ഷെയർസ് ഒഴികെ വേറൊന്നും അതിൽ പറയുന്നില്ല. നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നത് ജനറലി ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആവുന്ന ആൾ എത്രത്തോളം ഷെയർസ് വേണം എന്നതിൽ പറയുന്നുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് വേണം. 2 മാസത്തിനുള്ളിൽ ഇവർ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ് എൻക്വയർ ചെയ്തിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇനി എങ്ങാനും ഈ 2 മന്തിനുള്ളിൽ ഡയറക്ടേഴ്സിന് ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർ എൻക്വയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സോ അയാൾക്ക് ഡയറക്ടറിന് ആവാൻ സാധിക്കില്ല, അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവും. ഇങ്ങനെയുള്ളൊരു കേസിൽ ഡയറക്ടർ ആവാൻ പറ്റില്ല എന്നത് മാത്രമല്ല, അയാൾ പണിഷബിളും ആവും. സോ ഇങ്ങനെ പണിഷ് ചെയ്യുമ്പോൾ പണിഷബിളും കൂടിയല്ല മാത്രമല്ല അദ്ദേഹം 500 രൂപ ദിവസവും നൽകേണ്ടി വരും. എന്നുവെച്ചാൽ എക്സ്പയർ ആവുന്നത് വരെ, എക്സ്പയർ ആയത് മുതൽ അദ്ദേഹം 500 രൂപ വെച്ച് കമ്പനിക്ക് നൽകേണ്ടി വരും. ഇങ്ങനെ പിന്നെ പറയുന്നത് കമ്പനി ആക്ട് 1956 പ്രകാരം നോമിനൽ വാല്യൂ ഫിക്സ് ചെയ്തിരിക്കുന്നത് 5,000 രൂപയിൽ കൂടുതലാവാൻ പാടില്ല. ഇപ്പോൾ ഇനി എങ്ങാനും 5,000-ൽ കൂടുകയാണെങ്കിൽ അപ്പോൾ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ് 1-ൽ കൂടാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ എന്നുള്ള ഒരു പാരഗ്രാഫ് മൊത്തം പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ സെക്ഷൻ 164. ഇതിൽ ഫസ്റ്റ്, എ പേഴ്സൺ ഷോൾ നോട്ട് ബി to be capable of being appointed as a director of a company if. അത് പറയുന്നത് ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല എങ്കിൽ അതിൽ ഫസ്റ്റ് എ പറയുന്നു, he has been found to be of unsound mind by a court of competent jurisdiction and the finding is in force. അത് യോഗ്യതയുള്ള അധികാരപരിധിയിലുള്ളൊരു കോടതി അദ്ദേഹത്തെ ബുദ്ധിശൂന്യനാണെന്ന് കണ്ടെത്തി. ആ കണ്ടെത്തൽ വിവരമാണത്. ബി പറയുന്നു, ഹി ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ഇത് അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ളൊരു ഇൻസോൾവെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. സി, ഹി ഹാസ് അപ്ലൈഡ് ടു ബി adjudicated as an insolvent and his application is pending. സി പറയുന്നു, ഒരു വിചാരണക്കാരനായിട്ട് വിധിക്കപ്പെടാൻ അദ്ദേഹം അപേക്ഷിച്ചു, പക്ഷേ അയാളുടെ അപേക്ഷ
തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്.